നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയത്ത് രണ്ടിടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ കരിങ്കൊടി പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU പ്രവർത്തകർ രംഗത്ത് വന്നു. മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കുകയായിരുന്നു. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ഉടനെ കറുത്ത ബലൂണുകൾ പറത്തി പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രിയുടെ രാജി, ഇതായിരുന്നു മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. ഈ ആവശ്യവും ഉന്നയിച്ചാണ് പ്രതിഷേധം ശക്തമാക്കിയത്. കറുത്ത ബലൂൺ പറത്തി മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം, കരിങ്കൊടി കാണിച്ച് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം. മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായിട്ടായിരുന്നു മുഖ്യമന്ത്രി കോട്ടയത്ത് എത്തിയത്. അപ്പോഴായിരുന്നു ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം എത്തിയത്. പിന്നീട് കാർ മാർഗം അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു. അതിനിടയിൽ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കറുത്ത ബലൂണും കാർ മാർഗം സഞ്ചരിക്കവേ കറുത്ത തുണി, അതായത് കരിങ്കൊടിയും കാണിച്ചായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായത്. കോട്ടയത്ത് പോലീസ് പരേഡ് ഗ്രൗണ്ടിന് സമീപത്തും കുടമാളൂരിലുമാണ് മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. പോലീസ് പരേഡ് ഗ്രൗണ്ടിന് സമീപം മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കറുത്ത ബലൂൺ പറത്തി പ്രതിഷേധം അറിയിച്ചത് പോലീസ് പരേഡ് ഗ്രൗണ്ടിന് സമീപത്തായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗൗരി ശങ്കർ അടക്കമുള്ള പ്രവർത്തകരാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി. അതേസമയം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ റിമാൻഡ് ചെയ്യാനുള്ള പോലീസ് നീക്കമുണ്ടായി. ആ നീക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. കോൺഗ്രസ് ആണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായി. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ യൂത്ത്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്ക് പിന്നീട് ജാമ്യം നൽകി അവരെ വിട്ടയക്കുകയുണ്ടായി. പ്രതിഷേധം കനത്തതോടെയാണ് ഈ നീക്കങ്ങളുണ്ടായത്. MLA നേതൃത്വത്തിലുള്ളവർ പിരിഞ്ഞുപോയത്, പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത് അവർക്ക് ജാമ്യം കിട്ടിയപ്പോൾ മാത്രമാണ്. വിവിധ പരിപാടികൾക്കായിട്ട് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി എത്തിയപ്പോഴായിരുന്നു ഇവിടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടായതിന് പിന്നാലെ അറസ്റ്റ് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. റിമാൻഡ് ചെയ്യാം എന്ന സാഹചര്യം എത്തിയപ്പോഴാണ് പ്രതിഷേധം കടുത്തത്. എന്തായാലും ജാമ്യം കൊടുത്ത് വിട്ടയച്ചു പ്രതിഷേധക്കാരെ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സംഭവത്തിൽ 4 യൂത്ത്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ റിമാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി രാത്രിയോടെ പോലീസ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഇതേ തുടർന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇടപെട്ട് പ്രതിഷേധം ശക്തമാക്കിയത്. യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടയക്കാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നോട്ട് വെച്ചു. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ യൂത്ത്, മഹിളാ കോൺഗ്രസ് നേതാക്കളെ എത്തിച്ച ശേഷം മാത്രമേ പിരിഞ്ഞു പോകൂ എന്ന് അറിയിച്ചാണ് MLA നേതൃത്വത്തിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. കോട്ടയം നഗരസഭ ചെയർമാൻ MP സന്തോഷ് കുമാർ, KPCC ജനറൽ സെക്രട്ടറി ഫിൽസൺ മാത്യൂസ് തുടങ്ങിയവരൊപ്പം ഉണ്ടായിരുന്നു. പിന്നാലെ ഇവർക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ആ ഒരു പ്രതിഷേധം അവിടെ അവസാനിച്ചത്. അതേസമയം ഇനി നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. ചെണ്ട കൊട്ടിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. KSTA സംസ്ഥാന സമ്മേളന വേദിയിൽ പ്രസംഗിക്കുന്നതിനിടെ ഉയർന്ന ചെണ്ടമേളം മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകോപിപ്പിച്ചു. ഏതു പരിപാടിയുടെ ഭാഗമായുള്ള മേളമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പ്രസംഗത്തിനിടെ അദ്ദേഹം പരസ്യമായി ഉറക്കെ ചോദിച്ചു. നാടിന്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ പാടില്ല എന്ന മട്ടിലാണ് സ്വന്തം സംഘടനയിലെ ചിലർ തന്നെ ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. പരിപാടിയിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ചെണ്ടകൊട്ടാണോ ഇതെന്നും മുഖ്യമന്ത്രിയുടെ ചോദ്യം. ആദ്യം പുറത്തു നിന്നുള്ള ഏതെങ്കിലും പ്രകടനക്കാരോ ജാഥക്കാരോ ആണ് ബഹളം വയ്ക്കുന്നതെന്ന് താൻ കരുതി. എന്നാൽ സംഘാടകരുടെ കൂട്ടത്തിൽ തന്നെയുള്ളവരാണ് ചെണ്ട കൊട്ടുന്നതെന്നാണ് മനസ്സിലായതെന്നും മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. അധ്യാപക സംഘടനയായ KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന വേദിയിലാണ് ഇത്തരത്തിൽ ചെണ്ടകൊട്ട് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. പ്രസംഗത്തിനിടെ ചെണ്ടമേളം ഉയർന്നതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. ചെണ്ടകൊട്ടിയവർക്കെതിരെ മുഖ്യമന്ത്രി പ്രസംഗത്തിനിടയിൽ രോഷം പരസ്യമായി പ്രകടിപ്പിച്ചു എന്നതും ഏറ്റവും ശ്രദ്ധേയം. നിങ്ങൾ എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ കേട്ടതാണ്. മൈക്കിലൂടെ പരസ്യമായിട്ടുള്ള ഒരു ശാസനയാണ് മുഖ്യമന്ത്രി നടത്തിയത്. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെക്കുറിച്ചും നാടിന്റെ അവസ്ഥയെക്കുറിച്ചും ഗൗരവമായി സംസാരിക്കുമ്പോൾ ഇത് ശരിയായ കാര്യമല്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രിയുടെ താക്കീത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പുതുയുഗ യാത്രയ്ക്കിടെയും സമാനമായ സംഭവം, അതായത് പുതുയുഗ യാത്രയ്ക്കിടെ താനൂരിലെത്തിയപ്പോൾ പ്രവർത്തകർ പടക്കം പൊട്ടിച്ചിരുന്നു. ഇത് പ്രസംഗിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരുന്നതിന് തൊട്ടു മുമ്പായിരുന്നു പടക്കം പൊട്ടിച്ചത്. ഇത് VD സതീശനെ വലിയ രീതിയിലാണ് അതൃപ്തി ഉണ്ടാക്കിയത്. അദ്ദേഹം അത് എന്ത് തോന്നിയവാസമാണ് ഈ കാണിക്കുന്നത്, അത് നിർത്താൻ പറയൂ എന്നതടക്കം അദ്ദേഹം ദേഷ്യപ്പെടുകയും നിർത്തിയിട്ടേ താൻ പ്രസംഗിക്കൂ എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു. പിന്നാലെ സംഘാടകർ മൈക്കിലൂടെ പടക്കം പൊട്ടിക്കരുത് ആവർത്തിച്ച് പറയുന്ന ശബ്ദം നമ്മൾ കേട്ടതാണ്. അതിൻ്റെ വീഡിയോ അടക്കം നമ്മൾ കണ്ടതാണ്. എന്തായാലും ഒരിടത്ത് പടക്കം, ഒരിടത്ത് ചെണ്ട.
അതേസമയം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം. ഉദ്ഘാടന പ്രസംഗത്തിൽ, അതായത് ചെണ്ടകൊട്ടിയതിൽ അദ്ദേഹം വിമർശനം ഉന്നയിച്ച ആ വേദിയിൽ ഉദ്ഘാടന പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ വിമർശിച്ചത്. പുസ്തകം നേരത്തെ അച്ചടിച്ചിറക്കുന്നത് തുഗ്ലക് പരിഷ്കാരമെന്ന ചെന്നിത്തലയുടെ പ്രസ്താവനയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. പുസ്തകം നേരത്തെ അച്ചടിച്ചിറക്കിയതിനെ വിമർശിച്ച മഹാന്റെ മന്ത്രിസഭയുടെ കാലത്ത് പാഠപുസ്തകം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നൽകിയ കാര്യം ഓർക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി പരിഹസിച്ചത്. ഗാന്ധിവധം കുട്ടികൾ പഠിക്കേണ്ടതില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നയമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഗാന്ധിവധം കുട്ടികളിൽ നിന്നും മറച്ചുവെക്കുകയാണെന്നും ഗാന്ധിയെ വധിച്ചവരെ വീരപുരുഷന്മാരായി ചിത്രീകരിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിക്കുകയുണ്ടായി. അതേസമയം കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തെ കാര്യക്ഷമമായ ഇടപെടലുകളുടെ ഫലമായി കേരളം ഇന്ന് വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2016 അധികാരത്തിൽ വരുമ്പോൾ വ്യവസായങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത നാട് എന്ന പ്രതിച്ഛായയായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത്. എന്നാൽ എല്ലാ വിഭാഗങ്ങളുമായും ചർച്ചകൾ നടത്തി നോക്കുകൂലി പോലുള്ള തെറ്റായ പ്രവണതകൾ കർക്കശമായി അടിച്ചമർത്തി. ഈ അന്തരീക്ഷം സർക്കാരിന് മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. നിയമങ്ങളും ചട്ടങ്ങളും ഭേദഗതി ചെയ്തുകൊണ്ട് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നടപടികൾ കൂടുതൽ സുതാര്യമായി എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. 2016 പ്രധാനമന്ത്രിയുടെ ചോദ്യം സംസ്ഥാനത്തിന്റെ GDP-യിൽ നിർമ്മാണ മേഖലയുടെ പങ്ക് 14% ഉയർന്നത് കേരളത്തിൽ നല്ല രീതിയിൽ ബിസിനസ് നടത്താം എന്നതിന്റെ തെളിവാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ലോകത്തിലെ തന്നെ ഒന്നാം നിര നിർമ്മാണ കമ്പനികൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പശ്ചാത്തല സൗകര്യ വികസനത്തിലുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾ വ്യവസായ വളർച്ചയ്ക്ക് ഊർജ്ജം പകരുകയാണ്. ദേശീയപാത വികസനവും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ പൂർത്തീകരണവും കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന പഴയ ധാരണ തിരുത്തിക്കുറിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗെയിൽ പദ്ധതിയെക്കുറിച്ച് ഒരിക്കൽ പ്രധാനമന്ത്രി ചോദിച്ചപ്പോൾ മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇന്നത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2016 ആദ്യം മുഖ്യമന്ത്രിയായപ്പോഴായിരുന്നു പ്രധാനമന്ത്രി ഇക്കാര്യം ചോദിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചു. കേരളത്തിൽ നിക്ഷേപം നടത്തുന്ന ഒരു വ്യവസായം പ്രയോജനപ്രദമാകാതെ പോകില്ലെന്ന ഉറപ്പാണ് സർക്കാർ നൽകാനുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.